100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിൽ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി. UDF കാലത്ത് വഴിമുട്ടിയ പദ്ധതികൾ LDFന്റെ ഇച്ഛാശക്തിയിൽ യാഥാർത്ഥ്യമായി. വികസനത്തിൽ പ്രതിപക്ഷം ഒപ്പം നിന്നില്ല. അർഹതപ്പെട്ടത് തരാതെ കേന്ദ്രം ഞെരുക്കുന്നുവെന്നും പിണറായി വിജയൻ. സർക്കാരിന്റെ വാർഷികം കരിദിനമായി ആചരിച്ച് UDF. സംസ്ഥാനത്ത് സർക്കാരുണ്ടോ എന്ന ചോദ്യവുമായി പ്രതിപക്ഷ നേതാവ്. ED ഉദ്യോഗസ്ഥനെതിരായ കൈക്കൂലി ആരോപണം ഗൗരവതരമെന്ന് മുഖ്യമന്ത്രി. വിഷയത്തിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്ന ആവശ്യം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായുള്ള തർക്കത്തിൽ KU ജനീഷ് കുമാർ MLA തള്ളി പിണറായി വിജയൻ. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം. കേരയിൽ പദ്ധതി ഇന്നല്ലെങ്കിൽ നാളെ നടപ്പാകുമെന്നും പിണറായി. ആശാസമരത്തിൽ ഇനി ഒത്തുതീർപ്പിനില്ല. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്. കൊയിലാണ്ടിയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. കണ്ണൂർ പാനൂരിൽ വീടും കിണറും തകർന്നു. പത്തനംതിട്ടയിൽ തോട്ടിൽ വീണ് ഒരാളെ കാണാതായി. കണ്ണൂർ പഴശ്ശി ഡാം നാളെ തുറക്കും. അമ്മ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ 4 വയസ്സുകാരി കല്യാണിക്ക് കണ്ണീർ യാത്രാമൊഴി. പിതാവ് സുഭാഷിന്റെ വീട്ടിലെ പൊതുദർശനത്തിനിടെ വിങ്ങിപ്പൊട്ടി നാട്ടുകാരും ബന്ധുക്കളും. തിരുവാണിയൂർ പൊതുശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു. അമ്മ സന്ധ്യയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കുഞ്ഞിനെ കൊന്നത് എന്തിനെന്ന് വ്യക്തമല്ല എന്ന് റൂറൽ SP ഹേമലത. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ആദ്യ സംഘം സന്ദർശിക്കുന്നത് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂർ തട്ടിക്കൂട്ട് യുദ്ധമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ പരാമർശം. കരസേനാ മേധാവി അസിം മുനീറിന് ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം നൽകി പാകിസ്ഥാൻ. മലപ്പുറത്ത് ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. കൂരിയാട് റോഡ് തകർന്നതിന് പിന്നാലെ തലപ്പാറയിലെ പാതയിൽ വിള്ളൽ. കാസർഗോഡ് കാഞ്ഞങ്ങാട് ദേശീയപാതയുടെ സർവീസ് റോഡ് തകർന്നു. 3 അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ച് ദേശീയപാത അതോറിറ്റി. നിർമ്മാണത്തിൽ അപാകതയില്ലെന്ന് NHAI. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. മുൻ ജില്ലാ സെക്രട്ടറി P. രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ 7 പേർ കുറ്റക്കാരെന്ന് CPI. സത്യവിരുദ്ധമായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിലും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയതിലും നേതാക്കൾക്ക് പങ്ക്. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ച് ജില്ലാ കൗൺസിൽ. സമ്മേളന കാലമായതിനാൽ നിലവിൽ ശിക്ഷാ നടപടികളില്ല. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് സ്ത്രീയെ അപമാനിച്ച സംഭവത്തിൽ 2 CPOമാർക്ക് വീഴ്ച. അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇരുവർക്കുമെതിരെ നടപടി ഉടൻ. പോലീസിനോട് അടിയന്തര റിപ്പോർട്ട് തേടി വനിതാ കമ്മീഷൻ. തനിക്കെതിരെ വ്യാജപരാതി നൽകിയ ഓമന ഡാനിയലിനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് പേരൂർക്കട സ്റ്റേഷനിൽ പോലീസിന്റെ അപമാനം നേരിട്ട R. ബിന്ദു. നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ സ്വർണ്ണമാല അതേ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടും ഓമന ഡാനിയൽ ഇതുവരെ തന്നെ വിളിച്ചില്ല. തെളിവെടുപ്പിനായി പോലീസുകാർ കൊണ്ടുപോയത് ഓമന ഡാനിയലിന്റെ കാറിലാണെന്നും ബിന്ദു 24നോട്. തിരുവനന്തപുരത്ത് ദളിത് യുവതി R. ബിന്ദുവിനെതിരായ കേസിൽ തെറ്റ് ആര് ചെയ്താലും കർശന നടപടി സ്വീകരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിയും സർക്കാരും കുറ്റക്കാരെ സംരക്ഷിക്കില്ല. നീതി ഉറപ്പാക്കും വരെ ബിന്ദുവിന്റെ കുടുംബത്തിനൊപ്പം നിൽക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. നാടിനെ നടുക്കി കണ്ണൂരിൽ അരും കൊല. യുവാവിനെ വീട്ടിൽ അതിക്രമിച്ചു കയറി വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് കാഞ്ഞിരക്കൊല്ലി സ്വദേശി നിതീഷ് ബാബു. പിന്നിൽ ബൈക്കിലെത്തിയ 2 അംഗ സംഘം. പ്രകോപനം സാമ്പത്തിക തർക്കമെന്ന് സംശയം. നിതീഷിന്റെ ഭാര്യ ശ്രുതിക്കും പരുക്ക്. എക്സ്ക്ലൂസീവ്. കാസർഗോഡ് എണ്ണപ്പാറയിലെ 17കാരി മരിക്കും മുമ്പ് കൂട്ടബലാത്സംഗത്തിനിരയായെന്ന് സംശയം. പ്രതി ബിജു പൗലോസിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ട് കോടതി. കേസിൽ ആരോപണ വിധേയനായ വ്യവസായി കേരളം വിട്ടെന്ന് സൂചന. പ്രാദേശിക മാധ്യമപ്രവർത്തകനെ ചോദ്യം ചെയ്യണമെന്ന് KPJS. കേസിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും ആരോപണം. കോഴിക്കോട് തീപിടുത്തത്തിൽ കോർപ്പറേഷന്റെ വീഴ്ച സംബന്ധിച്ച് മേയർ. ഫയർ ഓഡിറ്റിംഗ് നടത്തുന്നതിൽ വീഴ്ച പറ്റിയെന്ന് ഡോക്ടർ ബീന ഫിലിപ്പ്. അന്വേഷണത്തിന് കോർപ്പറേഷന്റെ 3 അംഗ സമിതി. കെട്ടിടത്തിൽ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലായിരുന്നുവെന്ന് ഫയർഫോഴ്സ്. ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറി. കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതരായ 4 വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞുവെച്ച നടപടിക്കെതിരെ ഹൈക്കോടതി. പരീക്ഷാഫലം തടഞ്ഞുവെക്കാൻ സർക്കാരിന് എന്ത് അധികാരമെന്ന് കോടതിയുടെ ചോദ്യം. ഫലം പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ കുറ്റകരമായ അനാസ്ഥയെന്ന് കണക്കാക്കുമെന്നും ഹൈക്കോടതി. ഭൂപതിവ് ചട്ടം ഈ മാസം 23-ന് അന്തിമമാകും. റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ ചട്ടഭേദഗതിക്ക് അംഗീകാരം നൽകാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചു. പട്ടയത്തിന് വിരുദ്ധമായി നിർമ്മിച്ച വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾക്ക് പിഴ ഈടാക്കും. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്.
വന്യജീവി ആക്രമണത്തിൽ മുഖ്യമന്ത്രി ജനപ്രതിനിധികളുടെ യോഗം വിളിക്കണമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പലതവണ ആവശ്യപ്പെട്ടിട്ടും അതുണ്ടായില്ല. നിയമസഭയിൽ വിഷയം ചർച്ചയ്ക്കെടുക്കാനുള്ള മര്യാദ പോലും ഭരണപക്ഷം കാണിക്കാറില്ല എന്നും സണ്ണി ജോസഫ് 24-നോട്. പാലക്കാട് ജില്ലയിൽ വീണ്ടും കാട്ടാനാക്രമണം. കഞ്ചിക്കോടിന് സമീപം കാട്ടാനാക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു. പരിക്കേറ്റത് ചെല്ലൻകാവ് സ്വദേശി സുന്ദരന്. ജൂനിയർ ജഡ്ജിമാരാകാൻ 3 വർഷത്തെ പ്രാക്ടീസ് വേണമെന്ന വ്യവസ്ഥ പുനഃസ്ഥാപിച്ച് സുപ്രീം കോടതി. പുതിയ നിയമബിരുദധാരികളുടെ നേരിട്ടുള്ള നിയമനം തടഞ്ഞു. സർവീസ് നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ ഹൈക്കോടതികൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും നിർദ്ദേശം. പത്തനംതിട്ടയിൽ സ്വകാര്യ ബസ്സിൽ അതിക്രമിച്ചു കയറി ഡ്രൈവറെ ഹെൽമറ്റ് കൊണ്ട് അടിച്ചു. ആക്രമണമേറ്റത് അല്ലമീൻ ബസ്സിലെ ഡ്രൈവർ രാജേഷിന്. കത്തികൊണ്ട് കുത്താനും ശ്രമം. ആക്രമിച്ചത് കൊടുമൺ സ്വദേശി മിഥുൻ. പിടിവലിയിൽ മിഥുനും പരിക്കേറ്റു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ 24-ന്. പാലക്കാട്ടെ വേടന്റെ പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും 1,75,000-ലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി നഗരസഭാ സെക്രട്ടറി. പണം നൽകണമെന്നാവശ്യപ്പെട്ട് പരിപാടിയുടെ സംഘാടകരായ പട്ടികജാതി വികസന വകുപ്പിന് പരാതി നൽകി. അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ നീതി ലഭിച്ചില്ല എന്ന് കുടുംബം. വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കെതിരെ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്ന് മാതാവ് സുറുമി. കുറ്റക്കാരെ സംരക്ഷിക്കുകയാണ് ആരോഗ്യവകുപ്പെന്ന് കുഞ്ഞിന്റെ പിതാവ് അനീഷ്. മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയ സ്ഥലത്ത് വിശദമായി പരിശോധന നടത്തി. പ്രദേശത്ത് 3 കൂടുകൾ സ്ഥാപിച്ച് വനംവകുപ്പ്. സിംഗപ്പൂരിലെയും ഹോങ്കോങ്ങിലെയും കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇന്ത്യയിൽ കോവിഡ് കേസുകളുടെ എണ്ണം കുറവെന്ന് വിശദീകരണം. ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ വീടിന് തീപിടിച്ച് 4 പേർ മരിച്ച സംഭവത്തിൽ ദുരൂഹത നീക്കാൻ അന്വേഷണ സംഘം. ശാസ്ത്രീയ പരിശോധനയ്ക്കായി കാക്കനാട് റീജിയണൽ ഫോറൻസിക് ലാബിലെ വിദഗ്ധരുടെ സേവനം തേടും. വിദഗ്ധ സംഘത്തിന്റെ സേവനം ആവശ്യപ്പെട്ട് ഇടുക്കി ഡിവൈഎസ്പി സംസ്ഥാന പോലീസ് മേധാവിക്ക് അപേക്ഷ നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി മഞ്ഞപ്പിത്ത രോഗലക്ഷണങ്ങളോടെ മരിച്ച നീതുവിന്റെയും മീനാക്ഷിയുടെയും മാതാപിതാക്കൾ. ICUവിൽ പ്രവേശിപ്പിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ച മകളെ വാർഡിൽ നിലത്ത് കിടത്തേണ്ടി വന്നു. മകളുടെ വായിൽ കൂടി ചോര വന്നപ്പോഴാണ് ICUവിലേക്ക് മാറ്റിയതെന്നും മാതാപിതാക്കൾ. KPCC പുനഃസംഘടന ഉടനെന്ന് അധ്യക്ഷൻ സണ്ണി ജോസഫ് 24-നോട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങി. വാർഡ് വിഭജനത്തിൽ വിമർശനം. CPIM താൽപര്യം സംരക്ഷിച്ചാണ് വാർഡ് വിഭജനം നടത്തിയതെന്നും കുറ്റപ്പെടുത്തൽ. പള്ളിത്തർക്കത്തിൽ ഓറിയന്റൽ സഭകളുടെ നേതൃത്വത്തിലുള്ള ചർച്ച സ്വാഗതാർഹമെന്ന് യാക്കോബായ സഭ. ചർച്ചയ്ക്കെതിരായ ഓർത്തഡോക്സ് സഭയുടെ നിലപാട് ശരിയല്ലെന്ന് ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസ് മെത്രാപ്പൊലീത്ത 24-നോട്. കോടതി വിധികളിലൂടെ പരിഹാരം കാണാൻ കഴിയില്ല എന്നും മെത്രാപ്പൊലീത്ത. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിൽ നിലപാട് കടുപ്പിച്ച ഓർത്തഡോക്സ് സഭ. സഭയിൽ ഭിന്നിപ്പുണ്ടാക്കിയത് അന്ത്യോക്യൻ പാത്രിയാർക്കീസാണ്. തർക്കം പരിഹരിക്കാൻ ഓറിയന്റൽ സഭകൾ നടത്തിയ ഇടപെടൽ സ്വാഗതാർഹമാണെന്നും ഓർത്തഡോക്സ് സഭ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ പരിഹാരം തേടി മെത്രാൻമാർക്ക് കത്തയച്ച് അൽമായ മുന്നേറ്റം. കലാപവും കലുഷിത സാഹചര്യവും ഒഴിവാക്കണം. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെങ്കിൽ പിരിയാൻ അനുവദിക്കണമെന്ന് കത്തിൽ പരാമർശം. പത്തനംതിട്ടയിൽ പോലീസ് വിട്ടയച്ചയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പരിക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് ആരോപണം. മരിക്കുന്നതിന് തലേദിവസം വീട്ടിലെത്തി 2 പേർ കൂട്ടിക്കൊണ്ടുപോയെന്നും കുടുംബം. 2ാം ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ്. തൊടിയൂർ സ്വദേശി രവീന്ദ്രനാണ് പ്രതി. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PN വിനോദാണ് ശിക്ഷ വിധിച്ചത്. തിരുവനന്തപുരത്തെ കൊഴുപ്പ് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയിലെ പിഴവന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷിക്കണം. റിപ്പോർട്ട് 1 മാസത്തിനകം നൽകാനും നിർദ്ദേശം. കൊച്ചി നഗരത്തിലെ റോഡുകളുടെ അവസ്ഥയിൽ വിമർശനവുമായി ഹൈക്കോടതി. MG റോഡിന്റെ അവസ്ഥ എന്താണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ഫുട്പാത്തിലെ സ്ലാബുകൾ പോലും മാറ്റിയിട്ടില്ല. മഴക്കാലത്തെ നേരിടാൻ നഗരം സജ്ജമായിട്ടില്ല. പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശം. സംസ്ഥാനത്തെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ പുനർവിഭജന കരട് മെയ് 27 പ്രസിദ്ധീകരിക്കും. ഡീലിമിറ്റേഷൻ കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനം. വാർഡുകളുടെ എണ്ണം കൂടും. തമിഴ്നാട്ടിൽ സിനിമാ സ്റ്റൈലിൽ മോഷണ ലോറി ചേസ് ചെയ്ത് പിടിച്ച് പോലീസ്. ചെങ്കൽപ്പേട്ടിലെ പരന്തൂരിലാണ് സംഭവം. നാട്ടുകാരും പോലീസും ഉൾപ്പെടെ ലോറി പിന്തുടർന്നത് 15 കിലോമീറ്റർ. മോഷ്ടാവായ തിരുനെൽവേലി സ്വദേശി സുഭാഷ് പിടിയിൽ. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ.
എറണാകുളം വടക്കൻ പറവൂരിൽ വയോധികയുടെ മാല ബൈക്കിലെത്തിയവർ പൊട്ടിച്ചു. ചെറായി സ്വദേശിയായ വയോധികയുടെ മാലയാണ് മോഷ്ടിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന്. ബിരിയാണിക്കൊപ്പം സാലഡ് കിട്ടിയില്ല എന്നതിനെ ചൊല്ലി കൊല്ലത്ത് വിവാഹ വീട്ടിൽ കൂട്ടത്തല്ല്. കാറ്ററിംഗ് തൊഴിലാളികൾ തമ്മിലുള്ള തർക്കമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. തട്ടാമലയ്ക്ക് സമീപത്താണ് സംഭവം. കോഴിക്കോട് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധനയിൽ 9 ഹോട്ടലുകൾ പൂട്ടിച്ചു. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച 8 ഹോട്ടലുകളും വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചൊരു ഹോട്ടലുമാണ് പൂട്ടിയത്. 11 ഹോട്ടലുകൾക്ക് പിഴ ചുമത്തി. എറണാകുളം നടക്കാവിൽ പോലീസിനെയും നാട്ടുകാരെയും അസഭ്യം പറഞ്ഞ് മദ്യപസംഘം. മദ്യപിച്ച് വാഹനമോടിച്ച് മറ്റൊരു കാറിലിടിച്ച് അപകടമുണ്ടാക്കിയവരാണ് വിവരം തിരക്കാനെത്തിയ പോലീസിന് നേരെ കയ്യേറ്റത്തിന് ശ്രമിച്ചത്. കാക്കൂർ സ്വദേശികളായ സുരേഷ്, സുമേഷ് എന്നിവർ പിടിയിൽ. നിരപരാധിയായ ദളിത് യുവതി നേരിടേണ്ടി വന്ന കസ്റ്റഡി പീഡനത്തിൽ രാഷ്ട്രപതി ഇടപെടണമെന്ന് അഖില ഭാരത ഹിന്ദു മഹാസഭ. കുറ്റക്കാരായ പോലീസുകാരെ പിരിച്ചുവിടണമെന്ന് ABHM സംസ്ഥാന അധ്യക്ഷൻ സ്വാമി ഭദ്രാനന്ദ്. വിഷയത്തിൽ രാഷ്ട്രപതിക്ക് നിവേദനം നൽകി ABHM. CWRDMലെ ജലപൈതൃക മ്യൂസിയം ആഗോള പട്ടികയിൽ. യുനെസ്കോ ഇന്റർ ഗവൺമെന്റ് ഹൈഡ്രോളജി പ്രോഗ്രാമിന്റെ ഭാഗമായി ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് വാട്ടർ മ്യൂസിയം പട്ടികയിലാണ് ഇടം പിടിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ജലപൈതൃക മ്യൂസിയം എന്ന പ്രത്യേകതയും ഈ മ്യൂസിയത്തിനുണ്ട്. അർബുദരോഗ ചികിത്സയുടെ പുതിയ വെല്ലുവിളികളും സാധ്യതകളും തേടുന്ന കേരള ക്യാൻസർ കോൺക്ലേവ് 2025-ന് തലസ്ഥാനം വേദിയാകും. ജൂൺ 28-29 തീയതികളിൽ തിരുവനന്തപുരം ഹോട്ടൽ ഹയാത്ത് റീജൻസിയിലാണ് കോൺക്ലേവ്. അസോസിയേഷൻ ഓഫ് മെഡിക്കൽ ആൻഡ് പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റ് ഓഫ് കേരളയുടെ നേതൃത്വത്തിലാണ് പരിപാടി. MP-മാരായ NK പ്രേമചന്ദ്രൻ, ജോൺ ബ്രിട്ടാസ്, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രഭാത വ്യായാമ കൂട്ടായ്മയായ മെക്സെവൻ സോൺ 1 ഏരിയ 4-5 എന്നിവയുടെ മെഗാസംഗമം കോഴിക്കോട് മുക്കത്ത് സംഘടിപ്പിച്ചു. 2000-ഓളം അംഗങ്ങൾ പങ്കെടുത്ത സംഗമം കൊടിയത്തൂർ വാദി റഹ്മ മൈതാനിയിൽ മെക്സെവൻ സ്ഥാപകൻ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ പരിശീലനത്തിന് നേതൃത്വം നൽകി. സ്വാഗത സംഘം ചെയർമാൻ സലീം മാസ്റ്റർ വലിയപറമ്പ് അധ്യക്ഷനായി. വോട്ട് ബാങ്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കുത്തകയല്ലെന്ന് പ്രഖ്യാപിച്ച് KLCAയുടെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലാ സമുദായ സംഗമം സംഘടിപ്പിച്ചു. വരുന്ന തെരഞ്ഞെടുപ്പിൽ സമുദായങ്ങളെ പരിഗണിക്കുന്ന പാർട്ടികൾക്ക് മാത്രമേ സമുദായം പിന്തുണ നൽകൂ എന്ന് സംഗമം പ്രഖ്യാപിച്ചു. മന്ത്രി P. രാജീവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വരാപ്പുഴ അതിരൂപത സഹായ മെത്രാൻ ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലുങ്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വരാപ്പുഴ അതിരൂപത വിശ്വാസ പരിശീലക സംഗമം ഡിഡാക്കെ വരാപ്പുഴ അതിരൂപത സഹായ മെത്രാൻ ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലുങ്കൽ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം പാപ്പാളി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മതബോധന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ അധ്യാപകരെ ആദരിച്ചു. വിശ്വാസ പരിശീലന ഡയറക്ടറി ബിഷപ്പ് പ്രകാശനം ചെയ്തു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. വയനാട് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെയും 5 കേരള ബറ്റാലിയൻ NCCയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സന്ദേശ റാലി നടത്തി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു റാലി. സുൽത്താൻ ബത്തേരി കോടതി ജംഗ്ഷൻ മുതൽ സെന്റ് മേരീസ് കോളേജ് വരെയായിരുന്നു റാലി. സോഷ്യൽ ഫോറസ്ട്രി കോഴിക്കോട് നോർത്ത് റീജിയണൽ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് R. കീർത്തി, 5 ബറ്റാലിയൻ NCC കമാൻഡിംഗ് ഓഫീസർ കേണൽ മുകുന്ദ് ഗുരുരാജ് എന്നിവർ ചേർന്ന് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ഹിന്ദി ടീച്ചർ തസ്തികയിലേക്ക് നടത്താനിരുന്ന അഭിമുഖം മാറ്റിവെച്ചു. കൊല്ലം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ ഈ മാസം 28-ന് നടത്താൻ നിശ്ചയിച്ച അഭിമുഖമാണ് മാറ്റിയത്. വ്യവസായ വകുപ്പിന്റെയും KDISCന്റെയും കീഴിൽ ഗവേഷണ വികസന ഏജൻസികളുടെ സഹായത്തോടെ നടപ്പാക്കുന്ന ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രൊജക്ടിൽ ഇന്റേൺഷിപ്പിന് അപേക്ഷിക്കാം. എഞ്ചിനീയറിംഗ് ബിരുദം, അഗ്രികൾച്ചർ ഡിപ്ലോമ എന്നിവയാണ് യോഗ്യത. കേരള സർവകലാശാലയിൽ 4 വർഷ ബിരുദ പ്രവേശനത്തിനുള്ള പരീക്ഷയ്ക്ക് ഈ മാസം 26 വരെ അപേക്ഷ നൽകാം. പ്രവേശന പരീക്ഷ ജൂൺ 8-ന്. ഓരോ പ്രദേശത്തും കൃഷി ചെയ്യുന്നതിന് യോജിച്ച റബ്ബർ ഇനങ്ങളെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. കർഷകർക്ക് നാളെ രാവിലെ 10 മണി മുതൽ 1 മണി വരെ 0481257662 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നോക്കാമിനി ദേശീയ വാർത്തകൾ. തമിഴ്നാട് തിരുപ്പൂരിൽ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർക്ക് ദാരുണാന്ത്യം. മൂന്നാർ സ്വദേശികളായ നിക്സൺ, ജാനകി, മകൾ ഹെമി മിത്ര എന്നിവരാണ് മരിച്ചത്. മുംബൈയിൽ 2.5 വയസ്സുകാരിയെ അമ്മയുടെ ആൺസുഹൃത്ത് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. അമ്മ നോക്കി നിൽക്കെയാണ് ക്രൂര കൊലപാതകം. അമ്മയും ആൺസുഹൃത്തും അറസ്റ്റിൽ. ഉത്തർപ്രദേശിൽ ട്രെയിനുകൾ അട്ടിമറിക്കാൻ ശ്രമം. ദലേൽ നഗറിന് സമീപം ട്രാക്കുകളിൽ മരത്തടി കെട്ടിവെച്ചാണ് ട്രെയിനുകൾ പാളം തെറ്റിക്കാൻ നോക്കിയത്. അപകടം ഒഴിവാക്കിയത് ലോക്കോ പൈലറ്റിന്റെ ഇടപെടൽ.
തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ഡൈഫാക്ടറിയിലെ മലിനജല ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യമുണ്ടായ 3 തൊഴിലാളികൾ മരിച്ചു. വിഷവാതകം ശ്വസിച്ചാണ് മരണം. ഫാക്ടറി ഉടമയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. പഴയ വാഹനങ്ങൾ തെരുവിൽ തള്ളരുതെന്ന് ബോംബെ ഹൈക്കോടതി. ആവശ്യമെങ്കിൽ ഡംപിംഗ് യാർഡിലേക്ക് മാറ്റണമെന്ന് നിർദ്ദേശം. മാരത്തൺ മാക്സിമ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് നിർദ്ദേശം. വെള്ളത്തിലും മനുഷ്യകോശങ്ങളിലും സയനൈഡ് കണ്ടെത്താൻ കഴിയുന്ന ഉയർന്ന പ്രതികരണശേഷിയുള്ള ഫ്ലൂറസെന്റ് സെൻസർ വികസിപ്പിച്ച് ഗുവാഹത്തി IIT. UV പ്രകാശ സ്രോതസ് മാത്രം ഉപയോഗിച്ച് സെൻസർ പ്രവർത്തിക്കുമെന്നതാണ് സവിശേഷത. രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 50ഓളം പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഇസ്രയേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ബ്രിട്ടനും ഫ്രാൻസും കാനഡയും. ഗസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നതുവരെ പിന്മാറില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പോരാട്ടം ശക്തമാണ്, പിന്മാറില്ല എന്നും നെതന്യാഹുവിന്റെ എക്സ്പോസ്റ്റ്. 3 മാസത്തിനു ശേഷം ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യ സാധനങ്ങളുമായി ഗസയിലേക്ക് ആദ്യ ട്രക്ക് എത്തി. വിവരമറിയിച്ച് UN-ഉം ഇസ്രയേലും. ബേബി ഫുഡ് ഉൾപ്പെടെയുള്ളവയുമായി 5 ട്രക്കുകളാണ് എത്തിയത്. യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകളിൽ കാര്യമായ പുരോഗതിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്ന് റഷ്യ അറിയിച്ചതായി പ്രഖ്യാപനം. പ്രതികരണം: വ്ളാദിമിർ പുടിനുമായി 2 മണിക്കൂർ നീണ്ട ഫോൺ സംഭാഷണത്തിന് ശേഷം. സിംഗപ്പൂർ, ചൈന, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ വീണ്ടും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. സിംഗപ്പൂരിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കേസുകളുടെ എണ്ണത്തിൽ 28% വർധന. ഹോങ്കോങ്ങിൽ 81 ഗുരുതര കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ലിയോ 14 മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി US വൈസ് പ്രസിഡന്റ് JD വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും. സംഘർഷ മേഖലകളിൽ മാനുഷിക പരിഗണന വേണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ട് മാർപ്പാപ്പ. ഇന്ത്യയിൽ നിന്നുള്ള 15 ഷിപ്മെന്റ് മാമ്പഴ കയറ്റുമതി US നിരസിച്ചു. കയറ്റുമതിക്കാർക്ക് $5 ലക്ഷം നഷ്ടമുണ്ടായെന്ന് റിപ്പോർട്ട്. കൃത്യമായ രേഖകൾ സമർപ്പിക്കാത്തതിനാലാണ് മാമ്പഴം നിരസിച്ചതെന്ന് സൂചന. ആമസോൺ വനത്തിനുള്ളിൽ കൊടും കുറ്റവാളികൾക്കായി പുതിയ ജയിൽ ഒരുങ്ങുന്നു. തെക്കേ അമേരിക്കയിലെ ഫ്രഞ്ച് ഗയാനയിലാണ് ജയിൽ നിർമ്മിക്കുന്നത്. ഫ്രാൻസിലെ ജയിലിനുള്ളിൽ ഉദ്യോഗസ്ഥരെ കുറ്റവാളികൾ ആക്രമിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചതോടെയാണ് നീക്കം. വ്യാജ ഫൈബർ സപ്ലിമെന്റ് പ്രചരിപ്പിച്ചതിന് വിയറ്റ്നാമീസ് ബ്യൂട്ടി ക്വീൻ അറസ്റ്റിൽ. ഗുയൻ തുക്കാണ് അറസ്റ്റിലായത്. വടക്കു പടിഞ്ഞാറൻ ജർമ്മൻ നഗരമായ ബിലെഫെന്റിലുണ്ടായ കത്തിയാക്രമണത്തിൽ 5 പേർക്ക് പരിക്ക്. പ്രതിക്കായി അന്വേഷണം ഊർജിതം. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരം. നോക്കാമിനി ബിസിനസ് വാർത്തകൾ. H-1B വിസ അപേക്ഷകളുടെ എണ്ണത്തിൽ 25% ഇടിവ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ എണ്ണത്തിൽ 27% കുറവെന്നും USCIS. വിസ ഫീസ് ഉയർത്തിയതും ട്രംപിന്റെ നയങ്ങളും തിരിച്ചടിയായെന്ന് വിലയിരുത്തൽ. സ്വർണ്ണവില പവന് വീണ്ടും 70,000-ൽ താഴെ. ഇന്ന് പവന് 360 രൂപയും ഗ്രാമിന് 45 രൂപയും കുറഞ്ഞു. പവന് 69,680 രൂപയും ഗ്രാമിന് 8,710 രൂപയുമാണ് ഇന്നത്തെ വില. അമേരിക്കയിലേക്ക് അനധികൃതമായി ഇന്ത്യക്കാരെ കടത്തുന്ന ഏജൻസികൾക്കെതിരെ മുന്നറിയിപ്പ്. നിരവധി ഇന്ത്യൻ ട്രാവൽ ഏജന്റുമാർക്ക് വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തീരുമാനം ഇന്ത്യക്കാരെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൂടെ US-ലേക്ക് കടക്കാൻ സഹായിക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഇന്തോ US ബഹുമുഖ വ്യാപാര കരാറിന് നീക്കം. ഇടക്കാല കരാർ ജൂലൈക്ക് മുമ്പ് സാധ്യമാകുമെന്ന് റിപ്പോർട്ട്. വ്യവസായ കാർഷികോൽപ്പന്നങ്ങൾക്ക് വിപണി പ്രവേശം സാധ്യമാക്കൽ മുഖ്യ അജണ്ട. 16ാം ധനകമ്മീഷൻ റിപ്പോർട്ട് ഒക്ടോബർ 31 സമർപ്പിക്കും. കേന്ദ്രത്തിന് നൽകുന്നത് സാമ്പത്തിക വിദഗ്ധൻ അരവിന്ദ് പരകാരിയയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. സുസ്ഥിര വികസനത്തിനുള്ള നടപടികളെടുത്ത ഉത്തരാഖണ്ഡിന് അഭിനന്ദനം. ബിസിനസ് വ്യാപാരത്തിനൊരുങ്ങി എയർ ഇന്ത്യ. വടക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് സേവനം വർദ്ധിപ്പിക്കും. ലക്ഷ്യമിടുന്നത് രാജ്യാന്തര ബിസിനസ്സിൽ 25% വർധന. UK-യിലെ ക്വീൻസ് യൂണിവേഴ്സിറ്റിയുടെ സ്പോട്ട് അഡ്മിഷൻ സാൽവേ മരിയയുടെ കൊച്ചി ഓഫീസിൽ നാളെ നടക്കും. ക്വീൻസ് യൂണിവേഴ്സിറ്റിയുടെ അധികൃതരെ നേരിട്ട് കാണാനും കൺസൾട്ടേഷനും വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും. അഡ്മിഷൻ എടുക്കുന്നവർക്ക് 10 ലക്ഷത്തിലധികം രൂപയുടെ സ്കോളർഷിപ്പുകൾ നേടാനും അവസരമുണ്ടാകും. ഓൺലൈനായും കൺസൾട്ടേഷൻ ഉറപ്പാക്കാം. ലക്നൌ സൂപ്പർ ജയൻസ് താരം ദിഗ്വേഷ് രാത്തിക്ക് ഒരു മത്സരത്തിൽ വിലക്ക്. നോട്ട്ബുക്ക് സെലിബ്രേഷൻ തുടർന്നതും അഭിഷേക് ശർമ്മയോട് അനാവശ്യമായി കൊമ്പുകോർത്തതിനുമാണ് വിലക്ക്. IPL-ൽ 3 താരങ്ങൾക്ക് പകരക്കാരെ പ്രഖ്യാപിച്ച് മുംബൈ ഇന്ത്യൻസ്. റിക്കിൽട്ടൺ, ബോഷ്, വിൽ ജാക്സ് എന്നിവർക്ക് പകരം ജോണി ബെർസ്റ്റോ, ഗ്ലീസൺ, ചരിത് അസലങ്ക എന്നിവരെ ഉൾപ്പെടുത്തി. IPL ഫൈനൽ അഹമ്മദാബാദിൽ. കൊൽക്കത്തയ്ക്ക് പകരം അഹമ്മദാബാദിൽ ഫൈനൽ നടക്കും.
എലിമിനേറ്റർ ക്വാളിഫയർ 1 മത്സരങ്ങൾ ഹൈദരാബാദിന് പകരം പഞ്ചാബിൽ നടക്കും. പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ മാഞ്ചസ്റ്റർ സിറ്റി ഇന്ന് കളത്തിൽ. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ബേൺമൌത്തിനെ നേരിടും. ചാമ്പ്യൻസ് ലീഗ് യോഗ്യത ഉറപ്പാക്കാൻ സിറ്റിക്ക് ജയം അനിവാര്യം. റഫീഞ്ഞയുടെയും ഇനിക്കോ മാർട്ടിനസിന്റെയും കരാർ പുതുക്കുമെന്ന് ബാഴ്സലോണ പ്രസിഡന്റ് യുവാൻ ലപ്പോർത്ത. പുതിയ താരങ്ങളും ക്ലബിലെത്തുമെന്ന് പ്രഖ്യാപനം. KL രാഹുലിനെ ബംഗ്ലാദേശ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ 2020 ടീമിൽ ഉൾപ്പെടുത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ. 2.5 വർഷം മുമ്പാണ് അവസാനമായി രാഹുൽ ഇന്ത്യയ്ക്കായി 2020 കളിച്ചത്. മദ്യപാനം അവസാനിപ്പിച്ചെന്ന് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം ബെൻ സ്റ്റോക്സ്. കായികക്ഷമത പൂർണ്ണമായി വീണ്ടെടുക്കാനാണ് തീരുമാനമെന്ന് പ്രഖ്യാപനം. നോക്കാമിനി കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. മധുബാല ഇന്ദ്രൻസ് ചിത്രം ചിന്ന ചിന്ന ആസയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ട് മണിരത്നം. വാരാണസിയിലാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന രാമായണ എന്ന ചിത്രത്തിനായി കൈകോർത്ത് AR റഹ്മാനും ജർമ്മൻ സംഗീതജ്ഞൻ ഹാൻസ് സിമ്മറും. രാമനായി രൺബീർ കപൂറും സീതയായി സായ് പല്ലവിയും എത്തും. നജസ് എന്ന സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. നഞ്ചിയമ്മയുടെയും 24 ന്യൂസ് വാർത്താ അവതാരകൻ യു പ്രദീപിന്റെയും ക്യാരക്ടർ പോസ്റ്ററുകളാണ് റിലീസ് ചെയ്തത്. ഷാനവാസ് എന്ന കഥാപാത്രത്തെയാണ് യു പ്രദീപ് അവതരിപ്പിക്കുന്നത്. വൈഡ് സ്ക്രീൻ മീഡിയ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഡോക്ടർ മനോജ് ഗോവിന്ദൻ നിർമ്മിക്കുന്ന നജസ് എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയായ ശ്രീജിത്ത് പൊയിൽക്കാവാണ്. ചിത്രം മെയ് 30-ന് തിയേറ്ററുകളിലെത്തും. ബഹിരാകാശ ദൗത്യത്തിനായി നാസ ഇന്ത്യൻ വംശീയായ ആയുർവേദ ഡോക്ടറെ തിരഞ്ഞെടുത്തു എന്ന പ്രചാരണം വ്യാജം. ISROയും ആയുഷ് മന്ത്രാലയവും സംയുക്തമായാണ് ഡോക്ടറുടെ പേര് നിർദ്ദേശിച്ചത് എന്നാണ് പ്രചരിക്കുന്നത്. മോർഫ് ചെയ്ത ചിത്രം ഉപയോഗിച്ചാണ് വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നത്. നാളെ അറിയാം. തൃശൂർ കരുവപ്പടന്ന GHSS സ്കൂളിലെ UP വിഭാഗത്തിൽ ഹിന്ദി വിഷയത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവ്. കൂടിക്കാഴ്ച നാളെ 2 മണിക്ക് നടക്കും. മലപ്പുറം വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിൽ 2024 നവംബറിലും മുൻ വർഷങ്ങളിലും കേട്ടറ്റ് വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന കാറ്റഗറി 1ഉം 2ഉം നാളെ വിദ്യാഭ്യാസ ജില്ലാ കാര്യാലയത്തിൽ നടക്കും. എറണാകുളം ഊരമന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാളം കെമിസ്ട്രി അധ്യാപക ഒഴിവ്. കൂടിക്കാഴ്ച നാളെ 10 മണിക്ക്. കാസർഗോഡ് നീലേശ്വരത്ത് നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന നീലേശ്വർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ മുച്ചിട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചതായി സെക്രട്ടറി PC സുരേന്ദ്രൻ നായർ അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥ കാരണമാണ് തീരുമാനം. കാസർഗോഡ് നായ്ക്കയം GWLP സ്കൂളിൽ പ്രൈമറി അധ്യാപികയുടെ ഒഴിവ്. അഭിമുഖം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. സർക്കാർ അംഗീകൃത പ്രീ പ്രൈമറി സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയം എന്നിവ യോഗ്യത. നോക്കാം ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ 1.2 കിലോ കഞ്ചാവ് പിടികൂടി. പ്ലാറ്റ്ഫോമിലെ ഇരിപ്പിടത്തിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. RPFും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. മധ്യപ്രദേശ് മുൻ മന്ത്രി സുരേന്ദ്ര സിംഗ് ബഘേലിനും കുടുംബത്തിനുമെതിരെ ഗാർഹിക പീഡന പരാതി. സഹോദരന്റെ ഭാര്യയാണ് പരാതി നൽകിയത്. സ്ത്രീധനമായി കാർ നൽകിയില്ല എന്ന് കാട്ടി തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നാണ് പരാതി. IAS ഉദ്യോഗസ്ഥർ കൃത്യമായ അച്ചടക്കം പാലിക്കണമെന്ന നിർദ്ദേശവുമായി തെലങ്കാന സർക്കാർ. പദവി മറന്നു പെരുമാറരുതെന്ന് നിർദ്ദേശം. അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ്. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.